ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ റോസ് വേൾഡ്. കോവിഡ് കാലത്ത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമുക്കൊരു കിഴി തയ്യാറാക്കാം. ജലദോഷം, മൂക്കടപ്പ്, ശ്വാസം മുട്ടൽ, ചുമ, കഫക്കെട്ട് ഇവയെല്ലാം മാറുന്നതിന് വളരെ സഹായകരമായിട്ടുള്ള ഒരു കിഴിയാണിത്. എപ്പോഴും നമ്മുടെ അടുത്ത് പോസിറ്റീവ് എനർജി നിൽക്കുകയും നെഗറ്റീവ് എനർജി അകന്നു നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കിഴി കിട്ടുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അയമോദകവും, ഇത് അയമോദകമാണ്. ഓമം എന്നും പറയും ഇതിന്. ഓമം, അയമോദകം എന്ന് പറയും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കർപ്പൂരമാണ്. കണ്ടോ, കർപ്പൂരം. ഇത് ചെറിയ ഷോപ്പുകളിൽ പോലും നമുക്ക് ലഭിക്കുന്നതാണ്. കർപ്പൂരവും അയമോദകം അങ്ങാടി കടകളിൽ കിട്ടും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾക്ക് കിഴിക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് തുണി എടുത്തിട്ടുണ്ട്, ഇതുപോലെ കട്ട് ചെയ്തെടുത്ത തുണി കഷ്ണം കയ്യിലെടുത്ത് ഇനി നമുക്ക് കിഴി തയ്യാറാക്കാം. ഈ സ്പൂണിൽ ഞാൻ 1/2 സ്പൂൺ ചതച്ചോ പൊടിച്ചോ നമ്മൾ അയമോദകം എടുക്കണം. അയമോദകം അല്ലെങ്കിൽ ഓമം ഇതുപോലത്തെ ഈ തുണിക്കകത്ത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 2 കർപ്പൂരമാണ്. ഈ കർപ്പൂരം ഇതിനകത്ത് നമ്മൾ ഇതുപോലെ കൈകൊണ്ട് ഇതുപോലെ മുറിച്ച് വെച്ചാൽ മതി. ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നമുക്കിനി കിഴി കെട്ടാം. ഇപ്പോൾ കിഴിയായി, ഉണ്ടോ? ഇനി നമുക്ക് ഇതുപോലെ ഒരു തുണി കഷ്ണം എടുക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ കെട്ടാം. കണ്ടോ, ഇപ്പോൾ കിഴിയായി. ഇതുപോലെ കെട്ടിയേക്കാം. അപ്പോൾ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മളിതുപോലെ 2 പ്രാവശ്യം നമ്മൾ കെട്ടി വെക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കർപ്പൂരവും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതുപോലെ കിഴി കെട്ടിയിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി മണത്ത് നോക്കുമ്പം നല്ല മണമാണ്. കർപ്പൂരത്തിൻ്റെയും അതുപോലെ അയമോദകത്തിൻ്റെയും നല്ല മണം വരും. നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ പിൻ ചെയ്തോ ഇല്ലെങ്കിൽ കെട്ടിയിടുകയോ ചെയ്യണം. നമ്മൾ വെളിയിൽ പോകുമ്പോഴാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മളിത് ധരിക്കേണ്ടത്. ഇത് നെഗറ്റീവ് എനർജി മാറി നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഈ കോവിഡ് കാലത്ത് ഇത് നമുക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു കിഴിയാണിത്. ജലദോഷം, മൂക്കടപ്പൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ കിഴി എടുത്ത് മണപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ പിൻ ചെയ്ത് വയ്ക്കാം. പിന്നെ നമ്മുടെ ബട്ടൺസിൽ പിൻ ചെയ്ത് വയ്ക്കാം. അതുപോലെ കഴുത്തിൽ മാലയുണ്ടെങ്കിൽ മാലയിൽ കെട്ടിയിടാം. ഏതെങ്കിലും ഒരു ചരട് കഴുത്ത് കെട്ടിയിട്ട് അതിനകത്താണെങ്കിലും നമുക്കിത് കെട്ടിയിടാം. വെളിയിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴും തന്നെ നമ്മുടെ കയ്യിൽ ഇത് ഇരിക്കുന്നത് വളരെ നല്ലതാണ്. പോക്കറ്റിൽ ഇട്ട് വയ്ക്കാം. പിന്നെ നമുക്ക് ഈ ജലദോഷത്തിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ ആരംഭം തുടങ്ങുമ്പോൾ ഉടനെ തന്നെ ഇത് നമ്മൾ കയ്യിലെടുത്ത് വെച്ച് ഇതുപോലെ നല്ല മണപ്പിക്കുകയും ചെയ്യാം. പല പ്രാവശ്യം ഇതുപോലെ മണപ്പിച്ച് കഴിയുമ്പോൾ ജലദോഷം വരുന്ന ആ ആരംഭത്തിൽ തന്നെ അത് മാറുന്നതായിരിക്കും. പലതരത്തിലും നമുക്ക് ഈ കിഴി വളരെ ഉപകാരപ്രദമാണ്. ഈ കോവിഡ് കാലത്ത് കർപ്പൂരം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കർപ്പൂരം വയ്ക്കുമ്പോൾ നല്ല സുഗന്ധമാണ്. ഇപ്പോൾ ഞാൻ 2 കിഴി തയ്യാറാക്കി. ഓരോരുത്തർക്കും ഇതുപോലെ ഓരോന്ന് നമ്മൾ വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് നമ്മൾ ഇതുപോലെ ഓരോ കിഴി കെട്ടിക്കൊടുക്കണം. അത് പിന്നെ നമ്മൾ ഒരു 4 ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെ മണമെല്ലാം അങ്ങ് മാറും. അപ്പോൾ നമ്മൾ വീണ്ടും ആ കിഴി കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ കിഴി കെട്ടണം. കണ്ടോ, നല്ല സുഗന്ധം വരുത്തുന്ന കർപ്പൂരം നമ്മുടെ വീടുകളിൽ വയ്ക്കുമ്പോൾ കൊതുകൊക്കെ മാറും. അങ്ങനെയും ഒരു ഉപകാരമുണ്ട്. ഒരുപാട് മരുന്നുകളൊക്കെ ഈ കർപ്പൂരം കൊണ്ടും അയമോദകം കൊണ്ടും തയ്യാറാക്കാറുണ്ട്. അപ്പം നമുക്കിതുപോലെ ഈസി ആയിട്ട് ഒരു കിഴി കെട്ടി വെച്ചിരുന്നാൽ ഈ കോവിഡ് കാലത്ത് നമുക്ക് നമ്മുടെ സുരക്ഷയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള മരുന്നുകളിൽ ഒന്നാക്കി നമുക്കും ഇത് മാറ്റാം. അതുപോലെ മാസ്കിൻ്റെ കൂടെ നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ മരുന്നുകളും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ സുരക്ഷയ്ക്കും വേണ്ടി നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണം.